ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങള് നാട്ടിലോട്ട് അതെ ലാസ്റ്റ് ഡേ ഇൻ ബഹ്റൈൻ ആണ്. ഞങ്ങള് നാട്ടിലോട്ട് പോവാണ്. നീ നാട്ടിൽ പോവാണോ? So we will miss Bahrain, we will miss you. ഭയങ്കര ഒരു ഇമോഷണൽ സ്റ്റേജിലൂടെയാണ് കടന്നു പോണത്. എനിക്കറിയാം കുറച്ച് നല്ലതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബ്രേക്ക് എടുക്കുന്നതെന്ന്. ഒരു സെക്കൻഡ് ഹോം ഫീലാണ് ബഹ്റൈൻ എന്ന് പറയുമ്പോൾ. എനിക്കറിഞ്ഞൂടെ ഇനി അടുത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഇതേ ഒരു ഫീൽ, ഇതേ ഒരു സെയിം ആംബിയൻസ് ഒക്കെ ആയിരിക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഫോർ ദ ടൈം ബീയിങ് ഞങ്ങളിപ്പോൾ ഒരു കുഞ്ഞു ബ്രേക്ക് എടുക്കുകയാണ്. അത് നല്ലൊരു നാളേക്ക്, നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്നാലോചിച്ച് സമാധാനിക്കാനാണ് ഇപ്പം പറ്റുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ചേട്ടൻ എന്താ പറയാനുള്ളത്? പക്ഷെ എനിക്ക് നാട്ടിൽ പോയാൽ കളിക്കാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ അച്ഛൻ സൗദിയിൽ പോകണം. സൗദിയിൽ പോയാൽ അച്ഛനോട് ഇരിക്കാനും പറ്റും, നാട്ടിൽ പോയാൽ കളിക്കാനും പറ്റും. അതെ, അവള് രണ്ട് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അവൾക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, കളിക്കാം. ഇവിടത്തെ പോലെ അല്ലല്ലോ. കുഞ്ഞുങ്ങൾക്ക് മുറ്റത്തും പറമ്പിലും പോവുക, സൈക്കിൾ ചെയ്യുക, അതൊക്കെ അവിടെ നാട്ടിലാണെങ്കിൽ ഈസി ആയിട്ട് നടക്കും. പക്ഷെ അച്ഛൻ സൗദി പോകുന്നത് കാരണം അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ കനിയുടെ കാര്യം ഒന്നും അറിയില്ല. ഇനി നാട്ടിൽ പോയി 2 ദിവസം കഴിയുമ്പോൾ അച്ഛനെ തേടോ ഇല്ലേ എന്നുള്ളത് അറിയണം. എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും പറയാൻ പറ്റണില്ല. എനിക്ക് ഒരു സംഭവം. പിന്നെ വേറൊരിതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സർപ്രൈസ് ആണ്. അമ്മയ്ക്ക് മാത്രമല്ല, ആർക്കും അറിയില്ല. ഞങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനും കുറച്ച് ക്ലോസ് റിലേറ്റീവ്സിനും മാത്രം, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 2-3 റിലേറ്റീവ്സിനും പിന്നെ എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിനും മാത്രമേ അറിയുള്ളൂ വരുന്ന കാര്യം. സോ ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആണ്. എൻ്റെ ഷോപ്പിംഗ് വ്ലോഗും ഒക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ഇടുന്നത് ചിലപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കാണാം. അങ്ങനെ ഓൺ ദ വേ ടു എയർപോർട്ടാണ്. സോ വിൽ മിസ്. നല്ലൊരു കൺട്രിയാണ് കേട്ടോ. നമുക്ക് ജീവിക്കാനാണെങ്കിലും നല്ലൊരു കൺട്രി. എനിക്ക് ഹോംലി ഫീൽ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. സോ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇനി ബാക്കി എയർപോർട്ടിൽ പോകാം. ഞങ്ങൾക്ക് ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. പക്ഷെ ഞങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങി. ലഗേജൊക്കെ ഉള്ളതുകൊണ്ട്, കുട്ടികളുള്ളത് കാരണം കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി എയർപോർട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി. എയർപോർട്ട് എത്താറായി. അതിൻ്റെ ഒരു ടെൻഷനുണ്ട്, വിഷമമുണ്ട്. ടെൻഷൻ എപ്പോഴും ഞാനിപ്പോൾ ഞങ്ങൾ ഒരുമിച്ചല്ലേ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പണി എന്താ? ഒരു ഹാൻഡ് ബാഗ് കൊണ്ടുപോവുക, ഫോൺ എടുക്കുക, സെൽഫി എടുക്കുക, പുറകെ ഇങ്ങനെ പിന്തുടരുക. അതേ ഉള്ളൂ. ലഗേജ് ഒരുപാടുണ്ട്. ഹാൻഡ് ലഗേജും എല്ലാം ഫില്ലാണ്. അതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ട്. എയർപോർട്ട് എത്തി. എവിടെയാ? ഇനി ഞങ്ങൾ ചെക്ക് ഇൻ കഴിഞ്ഞു, ലഗേജ് എല്ലാം ഇട്ടു. സോ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. സീറ്റൊക്കെ കിട്ടി. കണ്ടെങ്കിൽ വിൻഡോ സീറ്റൊക്കെ പിടിച്ചിരിപ്പുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടണം. ഒരു സേഫ് ജേർണി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോവാണ്. നാട്ടിൽ പോയി എല്ലാവരെയും കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇവിടുന്ന് പോകുന്നതിന്റെ വിഷമമുണ്ട്. ടേക്ക് ഓഫ് ടൈം ആകുന്നു. അല്ല, ടേക്ക് ഓഫ് ടൈം ആകുന്നുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ ഫ്ലൈ ചെയ്യാം.
Finally we reached, guys. Hi, നമ്മൾ എയർപോർട്ടിൽ എത്തിയെന്ന് പറ. ഹാൻഡ് ബാഗേജൊക്കെ എടുത്ത് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്കകത്തൊരു ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബസ്സിൽ കയറി ഞങ്ങൾ അപ്പുറത്തോട്ട് പോവാണ്. ലഗേജൊക്കെ ഒരുപാടുണ്ട് എനിക്ക് അവിടെ പോയി പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ പിക്ക് ചെയ്തപ്പോൾ എനിക്ക് 2 ട്രോളിയിൽ വെച്ച് എടുക്കേണ്ട ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളെ നോക്കി 2 ട്രോളി 2 കയ്യിലായിട്ട് പുഷ് ചെയ്യാൻ നടക്കില്ല. അപ്പോൾ മനസാക്ഷിയുള്ള ഒരു നല്ലൊരു ആൾ എന്നെ ഹെൽപ്പ് ചെയ്തു. പുള്ളിക്കാരൻ്റെ കണ്ടോ എൻ്റെ ഒരു ട്രോളിയും ആളുടെ ഒരു ട്രോളിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പുറത്ത് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് കസിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ സ്ട്രെയിറ്റ് വീട്ടിലോട്ട് എത്തിയേക്കുവാണ്. രാത്രി ആയതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് വീടിനകത്തോട്ട് കയറാൻ പറ്റില്ല. കാരണം നമ്മൾ ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് പട്ടിയൊക്കെ തുറന്ന് വിട്ടേക്കായിരുന്നു. അപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് കുറച്ച് ചളവായിട്ടുണ്ട്. കാരണം അമ്മ എന്നെ കണ്ടു, ഞാൻ ഇറങ്ങുന്നത് എന്നെ കണ്ടായിരുന്നു. പകല് വരുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലത്. ഇടിച്ച് കയറി വീടിനകത്ത് ചെല്ലുമ്പോൾ എന്നെ കണ്ടാൽ മതിയായിരുന്നു. ഇപ്പം എന്നെ കണ്ടിട്ട് ആ ഒരു സന്തോഷം കൊണ്ട് അമ്മ ഏതാണ്ടൊക്കെയോ പറയുന്നുണ്ട്, വിളിച്ചിട്ട് വന്നില്ല പറഞ്ഞില്ല എന്നൊക്കെ. വണ്ടിക്കകത്ത് ഉറങ്ങണം. സന്തോഷം കൂടിയിട്ട് അമ്മ എനിക്ക് 2 പൊട്ടിക്കുമെന്ന് വരെ തോന്നിപ്പോയി കേട്ടോ. അങ്ങനെ ഉറങ്ങിയിരുന്നു. അപ്പോൾ വിളിത്തോളത്തി മണി ഇവിടെ 11:30 എന്നെ പറഞ്ഞിട്ട് വന്ന ഒരു ഇത് സ്ട്രെസ്സും ഇല്ലല്ലോ. മക്കളെ വെയിറ്റ് അത് ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലെത്തി, റൂമിലെത്തി. അമ്മയെ കണ്ടു, സന്തോഷമായിരിക്കുന്നു. ഒരു വിഷമമുണ്ട്. ഫസ്റ്റ് ടൈമാണ് അച്ഛനില്ലാണ്ട് ഞാൻ ഈ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ കോഴ്സ് അതിൻ്റെ ഒരു വിഷമമുണ്ട്. ബട്ട് എല്ലാം പാർട്ട് ഓഫ് ലൈഫ്. ഇനി ഒന്ന് ഫ്രഷ് ആവണം, കഴിക്കണം, ഉറങ്ങണം. നെക്സ്റ്റ് ഡേ ഞങ്ങളൊരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഉറക്കവും ക്ഷീണവും ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞതാ തൻ്റെ വീട്ടിലോട്ട് എത്തിയേക്കാണ്. ഇവർക്കും അറിയില്ല ഇത് പകല് ഡയറക്റ്റ് വീട്ടിനകത്തോട്ട് കയറാൻ പോവാ. ഇറങ്ങി അച്ഛൻ വന്നില്ല, പോയില്ല. സ്വപ്നമല്ല ആ അച്ഛമ്മയ്ക്ക് പോണം. ഞാൻ പറഞ്ഞു പറയരുത്. ശരിക്കും ഞെട്ടി കിളി പറഞ്ഞിരിക്കണം. അപ്പം എൻ്റെ ആ ഒരു സർപ്രൈസ് വിസിറ്റ് എന്നുള്ളത് കാര്യമായിട്ട് ഏറ്റത് ഇവിടെയാണ്. ഞങ്ങളുടെ ബാരൻ ടു ട്രിവാൻഡ്രം വിശേഷം ഇതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.